മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണ ഇന്ത്യക്ക് കൈമാറും. കൈമാറ്റത്തിന് അനുമതി നൽകി US സുപ്രീം കോടതി. കൈമാറ്റം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് നടപടി. ഉത്തരവിനെതിരായ റാണിയുടെ ഹർജി കോടതി തള്ളിയതിന് പിറകെ ആരാണ് തഹാവൂർ റാണ? മുംബൈ ഭീകരാക്രമണത്തിൽ എന്താണ് റാണയുടെ പങ്ക്? വിശദമായി പരിശോധിക്കും. 166 പേരുടെ മരണത്തിനിടയാക്കിയ 2008 മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്കുകാരനാണ് തഹാവൂർ റാണ. സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന ദാവൂദ് ഗീലാനിയുമായി അടുത്ത ബന്ധമുള്ളയാളായിരുന്നു റാണ. 64-കാരനായ റാണ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് വർഷങ്ങളായി ലോസ് ഏഞ്ചലസിലെ ജയിലിലാണ്. 2019 റാണയെ കൈമാറാൻ ഇന്ത്യ അമേരിക്കയ്ക്ക് അപേക്ഷ സമർപ്പിച്ചത്. നിരന്തരമായുണ്ടായ നിയമയുദ്ധത്തിനൊടുവിലാണ് റാണയെ കൈമാറാൻ അമേരിക്കൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. വർഷങ്ങളോളം പാകിസ്ഥാൻ സൈന്യത്തിൽ ഡോക്ടറായിരുന്നു റാണ. 1997 കാനഡയിലെത്തിയത്. 2009 ഡാനിഷ് പത്രത്തിന്റെ ഓഫീസുകൾക്ക് നേരെ ആക്രമണത്തിന് പദ്ധതിയിടുന്നതിനിടെയാണ് റാണയും സുഹൃത്തുമായിരുന്ന ഹെഡ്ലിയും US പോലീസിന്റെ പിടിയിലായത്. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് മുംബൈ ഭീകരാക്രമണത്തിൽ റാണയുടെ പങ്ക് വെളിവാകുന്നത്. അടിക്കടി ഇന്ത്യ സന്ദർശിക്കാറുള്ള റാണ ആക്രമണത്തിന് മുൻപ് താജ് ഹോട്ടലിൽ താമസിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് കടക്കാൻ ഡേവിഡ് ഹെഡ്ലി മറയാക്കിയത് റാണയുടെ ഇമിഗ്രേഷൻ ഏജൻസിയെയാണ്. തനിക്കൊന്നും അറിയില്ലായിരുന്നുവെന്നും ബാല്യകാല സുഹൃത്തായ ഹെഡ്ലി തന്നെ കബളിപ്പിക്കുകയായിരുന്നുവെന്നുമാണ് റാണ അവകാശപ്പെട്ടത്. വിചാരണ സമയത്ത് റാണയുടെ പങ്ക് തെളിയിക്കുന്ന രേഖകൾ അമേരിക്കൻ ഏജൻസികൾ സമർപ്പിച്ചിരുന്നു. പാക് ചാരസംഘടനയായ ISI വഴി ലഷ്കർ-ഇ-തയ്യബയ്ക്ക് റാണ സഹായം നൽകിയതായി സമർത്ഥിക്കാൻ അന്വേഷകർക്ക് കഴിഞ്ഞു. ഗൂഢാലോചന കേസിൽ 14 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുകയാണ് തഹാവൂർ റാണ ഇപ്പോൾ. റിസർച്ച് ഡെസ്ക് 24.